വീഡിയോയിൽ നമ്മൾ ജേണൽ എൻട്രിയാണ് പറഞ്ഞത്. അതിനേക്കാളും മുന്നേ നമ്മളൊരു മമത ലിമിറ്റഡിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജേണൽ എൻട്രി ഈ ഒരു ലെഡ്ജർ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഇതിൻ്റെ ജേണൽ എൻട്രി നിങ്ങൾക്കറിയാം. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് ടു ബ്രാഞ്ച് ഡെറ്റർ ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ്. അറിയാം, ഇതൊന്നും ഞാൻ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, ബട്ട് നിങ്ങൾക്ക് അറിയാം. എന്നാലും എനിക്ക് ഒരു പോയിന്റ് ഇതിൽ ക്ലിയർ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നെക്സ്റ്റ് എൻട്രി ഇതിൻ്റെ എൻട്രി കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,50,000. കണ്ണൂർ ബ്രാഞ്ച് ടു ഗുഡ്സ് ആൻഡ് ഡെറ്റർ എന്നൊക്കെ അതെല്ലാം നിങ്ങൾ എഴുതാം. അടുത്ത് ഇതിൻ്റെ എൻട്രി കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 16,000 അതും ചെയ്തു. ഇനി ഇത് ഈ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കണ്ണൂർ ബ്രാഞ്ച്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കണ്ണൂർ ബ്രാഞ്ച് 2,70,000 അതും എഴുതി. ഇവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതണ്ടേ, ഇതൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല, അത് നോട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ എൻട്രി ഇതെന്താ? ടു റെക്കോർഡ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്. ഇതിൻ്റെ എൻട്രി ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് ടു കണ്ണൂർ ബ്രാഞ്ച് ഇതുവരെ. നെക്സ്റ്റ് ഇതിൻ്റെ എൻട്രി പ്രോഫിറ്റ് ആണെങ്കിൽ ഇപ്പുറത്ത്, ലോസ് ആണെങ്കിൽ ഇപ്പുറത്ത്. ടു റെക്കോർഡ് ദ പ്രോഫിറ്റ് എൻട്രീസ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആൻഡ് ഇന്നലെ എൻട്രി പറയുമ്പോൾ ഞാനൊരു എൻട്രിയും കൂടെ പറഞ്ഞിട്ടുണ്ടായി. ട്രാൻസ്ഫർ ദ ബാലൻസ് ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അത് നോക്കിക്കോ. ഇവിടെ ഞാനൊരു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വരയാൻ പോവാണ്. ആദ്യത്തെ എൻട്രിയിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ടോ? ഇല്ല. രണ്ടാമത്തേലുണ്ടോ? ഉണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട്. സോ ഇവിടെ ജേണൽ ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ വരും ഇത് ബൈ കണ്ണൂർ ബ്രാഞ്ച് അല്ലടോ. ഈ എൻട്രി ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യും. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ കണ്ണൂർ ബ്രാഞ്ച് വരും 1,50,000. വേറെ ഒരു സ്ഥലത്തും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇല്ല. ഇത് ഞാൻ എഴുതിയത് ഞാൻ ഓൾറെഡി എഴുതി വെച്ചെന്നേ ഉള്ളൂ. ഈ എൻട്രി എങ്ങനെയാ വന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു എൻട്രി എങ്ങനെയാ ഫോം ചെയ്തതെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ വേറെ ഒരു സ്ഥലത്തും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇല്ല. സോ ഐ എം ഗോയിങ് ടു ക്ലോസ് ദിസ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് വരുന്ന ബാലൻസ് നിങ്ങൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, ബിക്കോസ് ഒരു എൻട്രി മാത്രമേ ഉള്ളൂ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന് റിലേറ്റ് ചെയ്തിട്ടുള്ള. ബട്ട് റിട്ടേൺ ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ഫോമാറ്റിൽ ഞാൻ ഇവിടെ ഒരു ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വരുമ്പോൾ എങ്ങനെ വന്നാലും ഇതിൻ്റെ ബാലൻസ് ഏത് അക്കൗണ്ടിലേക്ക് മാറ്റുക? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുക. ആ എൻട്രി ആണ് നിങ്ങളുടെ ജേണലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും താഴെ ലാസ്റ്റ് തന്നിട്ടുണ്ടായി. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് 1,50,000 എവിടെ നിന്നാണ് കിട്ടിയ? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. സോ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ നിങ്ങളത് സ്ഥിരം എന്താ പറയുക, ഒരു യൂഷ്വൽ റുട്ടീനായിട്ട് എടുക്കുക. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് വരയാൻ പറഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ട് വരയുമ്പോൾ കൂട്ടത്തിൽ ആരെയും കൂടി വരയാം? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടും കൂടെ വരയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു എൻട്രി പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സാധനം ഞാൻ വീണ്ടും എഴുതിയത്. ഇവിടെ ഒരു പുതിയൊരു അക്കൗണ്ട് കൂടെ വരയാം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ ഓക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി. ഇന്നലെ കുറേ പോയിന്റ്സ് നോട്ട്സ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായി. അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് only record transaction between head office and branch in branch account. ഓക്കെ, ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ചിൻ്റെ ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇന്നലെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, അതിൽ 2 കേസസ് ഞാൻ പറയാം. ഇതൊന്ന് വായിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രാഞ്ച് ഉണ്ട്, ഹെഡ് ഓഫീസ് ഗുഡ്സ് ഇങ്ങോട്ടേക്ക് അയച്ചു, ബ്രാഞ്ച് അത് വിറ്റു. ആർക്ക് വിൽക്കും? ഡെറ്റേഴ്സിന്, അല്ലെങ്കിൽ കടത്തിന് വിറ്റാൽ ഡെറ്റർ ഉണ്ടാവും, ക്യാഷിന് വിറ്റാൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. എനിവേ ഡെറ്റേഴ്സ് ഉണ്ടായി. ഡെറ്റേഴ്സ് എന്ത് ചെയ്തെന്നറിയോ? വിറ്റ ഗുഡ്സിൽ കുറച്ച് ഡാമേജോ എന്തെങ്കിലും കാരണം കൊണ്ട് എന്ത് ചെയ്തെന്നറിയാം, ഈ ഗുഡ്സ് തിരിച്ചിട്ട്
നേരിട്ടിട്ട് ആർക്ക് കൊണ്ട് കൊടുത്തു? ഹെഡ് ഓഫീസിൽ. റിട്ടേൺ ഗുഡ്സ് ബൈ ദ ഡെറ്റർ ഡയറക്ട്ലി ടു ദ ഹെഡ് ഓഫീസ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ബ്രാഞ്ച് ഗുഡ്സ് ഡെറ്ററിന് വിറ്റു. ആ ഡെറ്റർ ഈ ഗുഡ്സ് ആർക്ക് റിട്ടേൺ ചെയ്തു? ബ്രാഞ്ചിന് തിരിച്ച് റിട്ടേൺ അടിക്കുന്നതിന് പകരം ദേ റിട്ടേൺ ഗുഡ്സ് ഡയറക്ട്ലി ടു ദ ഹെഡ് ഓഫീസ്. ഈ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പിന്നെ ബ്രാഞ്ച് ആൻഡ് ഹെഡ് ഓഫീസ് ആണോ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ്. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ഇത് എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ബട്ട് ഇൻ ദിസ് കേസ് വായിച്ചോ, ദ ഗുഡ്സ് ആർ റിട്ടേൺ ബൈ ദ ബ്രാഞ്ച് ഡെറ്റർ ഡയറക്ട്ലി ടു ദ ഹെഡ് ഓഫീസ്, then it is treated as first the goods are returned to the branch and then the branch to the head office. ക്ലിയർ ആണല്ലോ. ഡെറ്റർ ഡയറക്റ്റ് ആയിട്ട് ഗുഡ്സ് ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ, വൈൽ ദ ടൈം പ്രിപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട് നിങ്ങൾ എന്ത് ട്രീറ്റ് ചെയ്യണം? ഡെറ്റർ ഇത് ആദ്യം ബ്രാഞ്ചിൽ കൊടുത്ത് ബ്രാഞ്ചാണിത് ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തതെന്നുള്ള അസംഷനിൽ വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ. ചുരുക്കി പറഞ്ഞാൽ ഇത് ഏത് അക്കൗണ്ടിൽ കാണിക്കണം? ഗുഡ്സ് റിട്ടേൺ ബൈ ദ ഡെറ്റർ ഡയറക്ട്ലി ടു ദ ഹെഡ് ഓഫീസ് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഇത് ഏത് അക്കൗണ്ടിൽ കാണിക്കണം? ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കണം. എവിടെ കാണിക്കണം? നമുക്കറിയാം ലെഡ്ജറിൽ നമ്മൾ റിട്ടേൺ എവിടെയാണ് കാണിക്കുക? ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ റിട്ടേൺ. ഓർമ്മയില്ലേ? ലെഡ്ജറിന്റെ ഫോമാറ്റ് ഓർമ്മിച്ചാൽ മതി. ഇവിടെ കാണിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? സംശയമില്ലല്ലോ? ഇല്ല. ഇനി എൻട്രി ഉണ്ടാക്കിക്കൂടെ? നമുക്ക് എൻട്രി ഉണ്ടാക്കാമല്ലോ. എന്താ? ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഈ സൈഡിൽ വരുന്ന സാധനം. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. നിങ്ങൾക്ക് അറിയാം, നീ റിട്ടേൺ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് പഠിച്ചേ. ഇനി അപ്പോൾ ഇത് even though this transaction is not between head office and branch, this transaction should be shown in the branch account. ഏത് transaction? Goods returned by the branch debtor directly to the head office. അത് കഴിഞ്ഞ് okay, any next is same example. Head office, branch, debtorന് സാധനം വിറ്റു. ഡെറ്ററിന്റെ കാശ് നേരിട്ട് ഹെഡ് ഓഫീസിൽ കൊടുത്തു. ദിസ് ട്രാൻസാക്ഷൻ ഈസ് നോട്ട് ബിറ്റ്വീൻ ബ്രാഞ്ച് ആൻഡ് ഹെഡ് ഓഫീസ്. എന്നാലും ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യണോ? ഡെറ്റർ ആദ്യം ബ്രാഞ്ചിൽ കൊടുത്തു, ബ്രാഞ്ച് എന്നിട്ട് ഹെഡ് ഓഫീസിൽ കൊടുത്തു. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. നേരത്തെ പോലെ തന്നെ ഇഫ് ക്യാഷ് ഈസ് റെമിറ്റഡ് ബൈ ദ ബ്രാഞ്ച് ഡെറ്റർ ഡയറക്ട്ലി ടു ദി ഹെഡ് ഓഫീസ്, then also it is first treated as remitted to the branch and then branch to the head office. അപ്പോൾ ചുരുക്കിയിൽ പറഞ്ഞാൽ ഇതും എവിടെ കാണിച്ചിരിക്കണം? ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. ഏത് ഭാഗത്ത് കാണിക്കും? നമ്മൾ ക്യാഷ് റെമിറ്റൻസ് നമ്മൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതല്? എന്താ എഴുതല്? ക്യാഷ് സെയിൽ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ എന്ന് എഴുതലില്ല. അവിടെ ഈ പർട്ടിക്കുലർ എമൗണ്ട് കാണിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? ഈ രണ്ട് ഓക്കെ. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാണ്. ഡിപ്രിസിയേഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ കാണിക്കൂല, ബട്ട് ക്ലോസിങ് വാല്യൂല് അല്ല, ക്ലോസിങ് ബാലൻസ് എഴുതുമ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ അസറ്റിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് കാണിക്കുക. രണ്ട് ബാഡ് ഡിസ്കൗണ്ട് അലോട്ട്, ക്രെഡിറ്റ് സെയിൽ ആൻഡ് സെയിൽസ് റിട്ടേൺസ് ഷുഡ് നോട്ട് ബി ഷോൺ ഇൻ ബ്രാഞ്ച് അക്കൗണ്ട്. ഇത് രണ്ടും ഏത് അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല എന്നാണോ നമ്മൾ പറയുന്നത്? ബ്രാഞ്ച് അക്കൗണ്ടിൽ അല്ലേ. ഡിപ്രിസിയേഷൻ കാണിക്കാൻ പാടില്ല, ബാഡ് ഡിസ്കൗണ്ട് അലോട്ട്, ക്രെഡിറ്റ് സെയിൽ, സെയിൽസ് റിട്ടേൺസ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. സർപ്ലസ് ഓർ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് ഏത് അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല? ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. ബിക്കോസ് എന്തുകൊണ്ടാണോ സർപ്ലസ് ഷോർട്ടേജ് സ്റ്റോക്കിൽ ഉണ്ടാകുന്ന കൂടുതലും കുറവും കാണിക്കരുത്? ബിക്കോസ് ബ്രാഞ്ച് അക്കൗണ്ട് ഇതാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളിവിടെ എഴുതുന്നില്ല, ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട്. ക്ലോസിംഗ് സ്റ്റോക്കിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതുന്നുണ്ട് ക്ലോസിംഗ് ബാലൻസ്. സോ ഇത് രണ്ടിൻ്റെ എഫക്റ്റ് ഇവിടെ നള്ളിഫൈ ആയിപ്പോവും. സർപ്ലസ് ഷോർട്ടേജ് ഓട്ടോമാറ്റിക്കലി ഇവിടെ അഡ്ജസ്റ്റ് ആകുന്നുണ്ട്. എനിക്ക് ആ തലക്കകത്ത് അതൊന്നും കൊടുക്കണ്ട. സർപ്ലസ് ഓർ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് ഇസ് നോട്ട് ഷോൺ ഇൻ branch account. Then
ട്രീറ്റ്മെന്റ് ഓഫ് ബ്രാഞ്ച് എക്സ്പെൻസസ് ഇന്നലെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചിലപ്പം ചില അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതിലൊരു അക്കൗണ്ട് ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി എല്ലാവരുടെ കയ്യിലും നോട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ടിന്റെ ഫോമാറ്റ് ആണ്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള കണക്ക് ചെയ്യണമെങ്കിൽ ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് വരയാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതോടോ? ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതും? ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണ്. അസറ്റ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് കാണിക്കും. സോ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ്. ക്ലോസിംഗ് ബാലൻസ് ഇവിടെ. ബൈ ബാലൻസ് സി പാർട്ട്. പിന്നെ ഈ സൈഡിൽ വരിക, ഈ ചാപ്റ്ററിൽ മാക്സിമം ഇവിടെ വരിക ക്രെഡിറ്റ് സെയിൽ. ഈ ഭാഗത്ത് വരിക ബൈ ക്യാഷ് റിസീവ്, ക്യാഷ് കിട്ടിയ ക്യാഷ് ബൈ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ ബാഡ് ഡെറ്റ്, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് അലൗണ്ട്, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ ക്രെഡിറ്റ് സെയിൽ, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ സെയിൽസ് റിട്ടേൺസ്. ഓക്കെ, ഈ പാഠത്തിലേക്ക് നമുക്ക് ഇത്രയും ഐറ്റംസ് മതി. ഡെറ്റർ അക്കൗണ്ട് റിപ്പീറ്റിംഗ്. ഡെറ്റർ അക്കൗണ്ട് ഫോർമാറ്റ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ്, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് നോട്ടിൽ എഴുതണം. അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, ബൈ ക്ലോസിംഗ് ബാലൻസ് എഴുതാൻ ബൈ ബാലൻസ് സി ബാർ ഡി, ഈ ഭാഗത്ത് ടു ക്രെഡിറ്റ് സെയിൽ, ഈ ഭാഗത്ത് ബൈ ക്യാഷ്, ബൈ ബാഡ് ഡെറ്റ്, ബൈ ഡിസ്കൗണ്ട് അലൗഡ്, ബൈ സെയിൽസ് റിട്ടേൺസ്. ഏകദേശം ഇത്രയും ഐറ്റം ഉണ്ടാവും ഡെറ്റർ അക്കൗണ്ടിൽ. ഇനിയും കുറേ ഐറ്റം വരും ബിൽ റിസീവബിൾ ഒക്കെ വരുമ്പം. അപ്പം നമുക്ക് അത് സിംഗിൾ എൻട്രിയിൽ നമ്മൾ വിശദമായിട്ട് ഈ സാധനം പഠിക്കണം. അപ്പോൾ നമുക്ക് ആടെ അതിന് വേണ്ടിയിട്ടുള്ള തല പുകയിൽ മാറ്റി വെക്കാം. ഓക്കെ, സോ ഡെറ്റർ അക്കൗണ്ട് ഫോമാറ്റ് എല്ലാവരും എഴുതുക. ബൈ ക്യാഷ്, ബൈ ബാഡ് ഡെറ്റ്, ബൈ ഡിസ്കൗണ്ട് അലൗഡ്, ബൈ സെയിൽസ് റിട്ടേൺസ്, പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ആൻഡ് ഹിയർ ക്രെഡിറ്റ് സെയിൽ. എഴുതിയല്ലോ? ഓക്കെ, ഇനി എന്തിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനാണെന്നറിയോ? ഇതെന്ത് അക്കൗണ്ടാണെന്നറിയോ? ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിൽ ഇവിടെ നമ്മൾ ബൈ ബാങ്ക് എന്ന് എഴുതുന്നില്ലേ? സ്ക്രീനിൽ കാണുന്നുണ്ട്. അത് ബൈ ബാങ്ക് എന്ന് എഴുതുന്നില്ലേ? അതിൻ്റെ അടിയിൽ രണ്ടെണ്ണം ഉണ്ട്. ബൈ ക്യാഷ് സെയിലും പിന്നൊന്ന് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ അല്ലേ? ഇതാ ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് ഇത്. ഓക്കെ, ഇവിടെ കാണുന്ന ബൈ ക്യാഷ് ആണ് ഈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുന്നത്. ചിലപ്പം ഈ ഒരു ഐറ്റം ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഈ ഒരു ഐറ്റം മിസ്സിംഗ് ആയിരിക്കും. മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഐറ്റത്തിനെ കണ്ടുപിടിക്കുക? ഡെറ്റർ അക്കൗണ്ട്. ജസ്റ്റ് ഇപ്പം നിങ്ങളെ പർപ്പസ് എന്തിനാ കണ്ടുപിടിക്കുന്നത്? ഇത് എഴുതാൻ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ ഫോമാറ്റ് മനസ്സിൽ ഓർമ്മിക്കുക. നെക്സ്റ്റ് പ്രോബ്ലം ഇത്തിരി അഡ്വാൻസ്ഡ് ആണ്. അത് പറയുമ്പോൾ ഇത് മനസ്സിലായിക്കോളും. സോ ഇപ്പോഴത്തെ പർപ്പസ്, പ്ലീസ് റൈറ്റ് ദ ഫോമാറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, വാങ്ങിക്കുവാണേ. ഇനി അടുത്തത് പെറ്റി ക്യാഷ്. ഞാൻ രണ്ടെണ്ണം പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ കുറേ അക്കൗണ്ട്സ് ഒക്കെ വരേണ്ടി വരും. ബട്ട് അത്ര വലിയ കടുപ്പുള്ളൊന്നും നമ്മളോട് ചോദിക്കൂലായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഈ സമയത്ത് കൊറോണയിലുള്ളതുകൊണ്ട് എക്സാം കുറച്ച് എളുപ്പമായിരിക്കും എന്നല്ല നമുക്കങ്ങ് വിചാരിക്കാം. ഓക്കെ, പെറ്റി ക്യാഷ് അഗെയിൻ ഇറ്റ് ഈസ് ആൻ അസറ്റ് അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്. ക്ലിയർ ആണല്ലോ? ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്. ഇനി ഇവിടെ ഞാൻ എഴുതും ടു ബാങ്ക്, ഇവിടെ ഞാൻ എഴുതും ബൈ പെറ്റി ക്യാഷ് എക്സ്പെൻസ്. ക്ലിയർ ആണല്ലോ? ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ടു ബാങ്ക് പറയാം, ടു പെറ്റി ക്യാഷ് എക്സ്പെൻസ്. ഇതാണ് പെറ്റി ക്യാഷിൻ്റെ ഫോമാറ്റ്. അപ്പോൾ ഇതെന്തെല്ലാം അറിയണമല്ലോ. ഓക്കെ, ഞാൻ എന്തിനാ ഇത് വരയുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ബ്രാഞ്ച് അക്കൗണ്ട് അല്ലേ? ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഈ ഭാഗത്ത് നമ്മൾ എന്ത് എഴുതലുണ്ടോ? നമ്മൾ ഇവിടുന്ന് വന്ന സാധനം എഴുതലില്ലേ? ഇവിടുന്ന്
ഹെഡ് ഓഫീസ് ഇങ്ങോട്ട് തന്നു എന്ന് പറഞ്ഞിട്ട് ക്യാഷ് അല്ല, നമ്മൾ ബാങ്കിന് അതിൻ്റെ അടിയിൽ എന്തുണ്ടാവും? ഒരു പെറ്റി ക്യാഷ് ഉണ്ടാവില്ല. എടുത്തു നോക്ക് ഫോമാറ്റ് ഉണ്ടാവില്ലേ? ഈ പെറ്റി ക്യാഷാണ് ഈ പെറ്റി ക്യാഷ്. ഓക്കെ, ഈ എമൗണ്ട് ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. സോ ക്വസ്റ്റ്യനിൽ ഈ ഒരു എമൗണ്ട് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം? ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഏത് എമൗണ്ട് മിസ്സിംഗ് ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്കിൻ്റെ അണ്ടറിൽ നമ്മൾ എക്സ്പെൻസ് പെറ്റി ക്യാഷ് എന്നൊക്കെ പറഞ്ഞ് എഴുതലുണ്ട്. ആ പെറ്റി ക്യാഷ് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതും? നമ്മൾ ഏത് അക്കൗണ്ട് വരെയും? ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് വരെയും. ഇതൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന പ്രോബ്ലംസിൽ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം purpose is please draw a petty cash account in your book. Petty cash branch petty cash account to balance brought down opening balance, by balance carried down closing balance, by petty cash expense to bank. ഇത് ഹെഡ് ഓഫീസ് തന്ന പൈസ, ഇത് അതിൽ നിന്ന് നമ്മൾ ചിലവാക്കിയ പൈസയാണ് ഇവിടെ എഴുതുക. അതിപ്പം ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഇനി വരുന്ന വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. സോ അന്നേരം നമ്മൾ അതിനോട് യൂസ്ഡ് ആയിക്കോളും കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് കേൾക്കുമ്പോഴുള്ള ഒരു ടെൻഷനാണ്. സോ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം, ചില ഐറ്റം മിസ്സിങ് ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് പെറ്റി ക്യാഷ്, ഇത് മാത്രമല്ല കുറേ അക്കൗണ്ട്സ് ഉണ്ട്. ബട്ട് നമുക്ക് മാക്സിമം ഇത്രയേ ചോദിക്കുന്നു വിചാരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, അതും വെരി ഇമ്പോർട്ടൻറ്റ് തിങ് നോക്കിക്കോളെ. ഹെഡ് ഓഫീസ് ക്യാഷ് തന്നു ടു ബ്രാഞ്ച്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണോ? എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ അപ്പോൾ നമ്മളത് എവിടെ എഴുതുക? ഇവിടെ അല്ലേ, ടു ബാങ്ക് അല്ല, ഇവിടെയല്ലേ എഴുതല്ല. എക്സ്പെൻസ് പെറ്റി ക്യാഷ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് ഹെഡ് ഓഫീസ് തന്നു. എത്ര തന്നു എന്നറിയോ? 50,000 രൂപ തന്നു. പക്ഷെ കൂടിപ്പോയാ 50,000 രൂപ തന്നു. ബട്ട് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് ശരിക്കും 40,000 ഉള്ളൂ. ക്വസ്റ്റ്യനിൽ രണ്ടും തരും. ഹെഡ് ഓഫീസ് ഗിവൺ 50,000, ബട്ട് ബ്രാഞ്ചിൻ്റെ ആക്ച്വൽ എക്സ്പെൻസ് 30 ആണ്. അതിൽ ഇത്രയേ ഈ കൊല്ലത്തേ ഉള്ളൂ, ബാക്കി അടുത്ത കൊല്ലത്തെ ആണോ, പ്രീപെയ്ഡ് ആണെന്നോ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അങ്ങനെയൊക്കെ തരും. ആൻഡ് ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്ത പൈസ എത്രയാണ്? 50. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ത് എഴുതണം എന്നറിയോ? ഇവിടെ 50,000 എന്ന് കാണിക്കണം. അവർ സ്പെൻഡ് ചെയ്തോ എന്താ ഏതാന്നൊന്നും നോക്കണ്ട. ടു ബാങ്ക്, ബാങ്ക് ക്യാഷ് ആയിട്ട് ഹെഡ് ഓഫീസ് നിങ്ങൾക്ക് എത്ര തന്നു, ബ്രാഞ്ചിന് എത്ര തന്നു, എത്ര തന്നു? 50. ആ 50 ആണ് ഇവിടെ കാണിക്കാൻ. റിപ്പീറ്റിംഗ്, എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ ഇതുണ്ടാവും. എന്താ അടുത്ത പോയിന്റ് പറഞ്ഞ? ഹെഡ് ഓഫീസ് ക്യാഷ് സെൻഡ് ചെയ്തു ബ്രാഞ്ചിന്. എത്ര സെറ്റ് ചെയ്തു? 50,000. ബട്ട് ശരിക്കും അവരുടെ എക്സ്പെൻസ് അത്രയൊന്നും ഇല്ല, കുറച്ച് കുറവോ കൂടുതലോ എന്തെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ 60,000 എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ഇവിടെ ഏത് എമൗണ്ട് തന്നെ എഴുതണം? 50,000. അതും മനസ്സിൽ ഓർമ്മിച്ച് വെച്ചോ. പുതിയ പോയിന്റ് ആണ്. ഇതെല്ലാം നിങ്ങളെ നോട്ടിൽ ലെക്ചർ നോട്ടായിട്ട് എഴുതൂലേ? ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ ചെറിയ സംഭവമായിട്ട് എഴുതൂലേ? അതുപോലെ എഴുതി വെക്കുക. നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഞാൻ തരും. ബട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതൊക്കെ എഴുതുക. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ഒരു കണക്കിൽ ഇതുണ്ട്. ശരി, എത്രയാണോ തന്നത് അതൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഓക്കെ.